നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. 2025 നടന്ന കുംഭമേളയിൽ മാല വിൽക്കാൻ വന്ന ആ വെള്ളാരം കണ്ണുള്ള പെൺകുട്ടിയെ ആരും മറന്നു കാണില്ല അല്ലേ? പെൺകുട്ടി ക്യാമറ കണ്ണുകളിൽ ഉടക്കിയതോടെ കഥ മാറി മറിഞ്ഞിരുന്നു. അന്ന് ജീവിക്കാനായി 100 രൂപയ്ക്ക് മാല വിറ്റ മൊണാലിസ ഇന്ന് വലിയ നടിയാണ്. സിനിമകളിലും ആൽബങ്ങളിലും അഭിനയിച്ച് താൻ സ്വപ്നം കണ്ട ജീവിതം ആസ്വദിക്കുകയാണ് അവരിപ്പോൾ. ഹിന്ദി ആൽബങ്ങളിലൂടെയാണ് മൊണാലിസ അഭിനയ ജീവിതം ആരംഭിച്ചത്. പിന്നാലെ ഏതാനും സിനിമകളുടെ കരാറിലും ഒപ്പുവെച്ചു. പലതിന്റെയും ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇതാ തെലുങ്ക് സിനിമയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് മൊണാലിസ. ചിത്രത്തിന്റെ പൂജ നവംബറിൽ പൂർത്തിയായിരുന്നു. ഈ വർഷം ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലൈഫ് എന്നാണ് ചിത്രത്തിന്റെ പേര്. സായി ചരൺ നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ശ്രീനു ആണ്. മറ്റൊരു പുതിയ ആൽബം ജനുവരി 5 റിലീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ. ഉടൻ തന്നെ ഞാൻ തെലുങ്ക് പഠിക്കും. പ്രേക്ഷകരുമായി സംവദിക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യും എന്നായിരുന്നു ലോഞ്ചിനിടെ താരത്തിന്റെ വാക്കുകൾ. നാഗമ്മ എന്ന മലയാള ചിത്രത്തിലും മൊണാലിസ അഭിനയിക്കുന്നുണ്ട്. PK ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കൈലാസാണ് നായകനായി എത്തുന്നത്. ഒരിക്കൽ 100 രൂപയ്ക്ക് മാല വിറ്റിരുന്ന മൊണാലിസയ്ക്ക് ഇന്ന് ഒരു ആൽബത്തിന് 1-2 ലക്ഷം വരെയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. മൊണാലിസയുടെ പുതിയ വിശേഷങ്ങൾ കേട്ട് മനം നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ. 2025 ശരിക്കും ജീവിതം മാറിമറിഞ്ഞ ഏക വ്യക്തിയാണ് മൊണാലിസ എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം താരത്തിന് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തമായി വീട് വെക്കണമെന്നാണ് മൊണാലിസയുടെ ഏറ്റവും വലിയ ആഗ്രഹം. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസയെ കുംഭമേളയിൽ വെച്ച് ബ്രൗൺ ബ്യൂട്ടി എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്.